എന്തുകൊണ്ട് ഭരണത്തിലേക്ക് തിരികെ വരണം എന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം സമൂഹം ചോദിക്കുന്നുണ്ട്. അതെ, അതിന് അദ്ദേഹം തരുന്ന മറുപടി എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് അവർക്ക് തുടർഭരണം ലഭിച്ചിട്ടില്ല എങ്കിൽ UDF അധികാരത്തിൽ കയറുകയാണെങ്കിൽ ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളെല്ലാം മുരടിച്ചു പോകുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം എന്ത് വികസനമാണ് ചെയ്തത് എന്ന ചോദ്യം തിരിച്ചുന്നയിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരം മുട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും വികസനം ഉണ്ടായത് ഊരാളുങ്കലിനാണ്, അല്ലാതെ ഇവിടെ കേരളത്തിൽ ആർക്കും വികസനം ഒന്നും ഉണ്ടായില്ല. സാമ്പത്തിക ലാഭം, അതെ, സാമ്പത്തിക ലാഭം അവരുടെ സ്വന്തം മച്ചമ്പിയായിട്ടുള്ള ഊരാളുങ്കലിനാണ് ഉണ്ടായത്, അല്ലാതെ ഇവിടെ കേരളത്തിൽ ആർക്കും ഉണ്ടായില്ല. പിന്നെ പെൻഷൻ ഈ പറയുന്ന പോലെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആകെ അളിഞ്ഞു വാരി നാറി മുഖ്യമന്ത്രി ഇരിക്കുന്ന ദിവസം ഞാൻ നാറിയിട്ടില്ലടാ എന്ന് കാണിക്കാനായിട്ട് മാധ്യമങ്ങളുടെ മുമ്പേ വന്നിരുന്ന് ഇത്ര രൂപ കൂട്ടി എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം നടത്തി. അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഉപജാപ സംഘം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. അദ്ദേഹത്തിന് എത്ര ഉപദേശകരുണ്ടെന്നറിയാവും? അദ്ദേഹത്തിൻ്റെ ഉപദേശകരെന്ന് പറയുന്നവരുടെ എണ്ണം നമുക്ക് വെളിയിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉപദേശകരുടെ എണ്ണം കാരണം ആ നോർത്ത് ബ്ലോക്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ക്യാബിൻ കാരണം മുട്ടി നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഈ ഉപദേശകർക്ക് എപ്പോഴാണ് ഉപദേശിക്കാൻ സമയം? ഉപദേശം കേൾക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടോ? ഏതായാലും ഉപദേശികൾ ഉപദേശിച്ച് അദ്ദേഹം ഈ രീതിയിൽ പടുകുഴിയിലായി.